ചിത്രത്തിൻ്റെ തുടക്കത്തിൽ 2019 കാലഘട്ടത്തിൽ ഒരു കത്തെഴുതിക്കൊണ്ടിരിക്കുന്ന കൊച്ചു പെൺകുട്ടിയെയാണ് കാണിക്കുന്നത്. ഞാനിനി ഒരിക്കലും പഴയതുപോലെയാവില്ലെന്ന് ആ പെൺകുട്ടി ആ ഒരു കത്തിൽ എഴുതിയിരുന്നു. ശേഷം ആ പെൺകുട്ടി തൻ്റെ വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങുകയാണ്. ആ പെൺകുട്ടിയുടെ കണ്ണുകൾക്ക് മഞ്ഞ കളറായിരുന്നു. അവൾ ഒരു വാമ്പയറാണ്. സൂര്യരശ്മികൾ ശരീരത്തിൽ പതിച്ചതോടെ വാമ്പയറായ പെൺകുട്ടി കത്തിച്ചാമ്പലാവുകയും ദാരുണമായി കൊല്ലപ്പെടുകയും ചെയ്തു. ആളുകളെല്ലാം വാമ്പയറുകളായി മാറിയതോടെ പകൽ സമയങ്ങളിൽ നഗരം ശൂന്യമായ നിലയിൽ കാണപ്പെട്ടിരുന്നു. 2009 വവ്വാലിൽ നിന്നും ഒരു വൈറസ് പകരുകയും അങ്ങനെ ആളുകൾ വാമ്പയറുകളായി രൂപാന്തരം പ്രാപിക്കുകയുമായിരുന്നു. മനുഷ്യരുടെ എണ്ണം കുത്തനെ കുറഞ്ഞതോടെ വാമ്പയറുകൾക്കായുള്ള രക്തത്തിനായി ഗവേഷകർ പരീക്ഷണങ്ങൾ നടത്തുകയാണ്. വാമ്പയറുകൾക്കിടയിൽ തന്നെയുള്ള ചെറിയൊരു സംഘം മനുഷ്യരുടെ അവകാശങ്ങൾക്കായി ആ നാടുകളിൽ പോരാടുന്നുണ്ടായിരുന്നു. മനുഷ്യരക്തത്തിൻ്റെ ലഭ്യത കുറഞ്ഞതോടെ സമനില തെറ്റി ചില വാമ്പയറുകൾ മറ്റു വാമ്പയറുകളെ ആക്രമിക്കാൻ തുടങ്ങിയിരുന്നു. പോലീസും സൈന്യവും ഉൾപ്പെടെയുള്ള സകല സംവിധാനങ്ങളും ഇപ്പോൾ വാമ്പയറുകളുടെ കയ്യിലാണ്. പകൽ സമയങ്ങളിൽ മനുഷ്യർ സഞ്ചരിക്കാറുള്ളതുപോലെ വാമ്പയറുകൾ ജോലിയും മറ്റും ചെയ്തിരുന്നത് രാത്രികളിലാണ്. ശേഷം കാണിക്കുന്നത് ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന വാമ്പയറായ എഡ്വേർഡിനെയാണ്. മനുഷ്യരെ മൃഗങ്ങളെ പോലെ വളർത്തി അവരുടെ രക്തമെടുത്ത് ഊറ്റിവിറ്റിരുന്ന കമ്പനിയായിരുന്നു അത്. രക്തത്തിനു പകരം മറ്റെന്തെങ്കിലും കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു എഡ്വേർഡ്. എന്നാൽ അവൻ്റെ അവസാനത്തെ ശ്രമവും പരാജയപ്പെട്ടു പോവുകയാണ്. ശേഷം എഡ്വേർഡ് തൻ്റെ ലേബിൻ്റെ ഓണറായ ചാൾസ്, സഹപ്രവർത്തകനായ ക്രിസ്റ്റഫർ എന്നിവരോടൊപ്പം ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുകയാണ്. സൈനിക ഉദ്യോഗസ്ഥരടക്കമുള്ള പ്രമുഖർ രക്തത്തിൻ്റെ ദൗർലഭ്യം പരിഹരിക്കാനുള്ള ഈ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തിരുന്നു. രക്തത്തിൻ്റെ ദൗർലഭ്യം വാമ്പയറുകളെ വവ്വാലുകൾക്ക് സമാനമായ ബോധമില്ലാത്ത ക്രൂരന്മാരായ ജീവികളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ആകെ ഭൂമിയിൽ മനുഷ്യവംശത്തിൻ്റെ ആകെ 5% മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അതിനാൽ തന്നെ വാമ്പയറുകൾക്ക് ജീവിക്കാൻ ആവശ്യമായ മനുഷ്യരക്തം കിട്ടാനില്ല. അതിനാൽ തന്നെ മനുഷ്യരക്തത്തിനു പകരമായി എത്രയും വേഗം മറ്റെന്തെങ്കിലും കണ്ടെത്തിയേ മതിയാവൂ. പിന്നീട് ചാൾസ് എഡ്വേർഡുമായി ഒരു രഹസ്യ സംഭാഷണം നടത്തുകയാണ്. തനിക്ക് ക്യാൻസർ ആയിരുന്നുവെന്നും വാമ്പയറായതോടെ താൻ ക്യാൻസറിൽ നിന്നും രക്ഷപ്പെട്ടുവെന്നും ചാൾസ് എഡ്വേർഡിനോട് പറഞ്ഞു. എന്നാൽ ഞാൻ വാമ്പയറായത് ഇഷ്ടപ്പെടാതെ എൻ്റെ മകൾ ഓടിപ്പോയെന്നും ഈ ഒരു സമയത്ത് ചാൾസ് എഡ്വേർഡിനോട് വെളിപ്പെടുത്തിയിരുന്നു. വാമ്പയറായിരുന്നെങ്കിലും എഡ്വേർഡിന് മനുഷ്യരാശിയോട് സഹതാപമുണ്ടായിരുന്നു. പിന്നീട് എഡ്വേർഡ് ലാബിലെ തൻ്റെ സഹപ്രവർത്തകനായ ക്രിസ്റ്റഫറിൻ്റെ പക്കലേക്ക് ചെന്നു. പിന്നീട് മൃഗത്തിൽ കുത്തിവെച്ച് സക്സസ് ആയ രക്തത്തിനു പകരമുള്ള ദ്രാവകം അവർ ഒരു വാമ്പയറിൻ്റെ ശരീരത്തിൽ പരീക്ഷിക്കുകയാണ്. അലർജിക്ക് സമാനമായി ആ വാമ്പയറിൻ്റെ ശരീരത്തിൽ മുഴുവൻ കുമിളകൾ പൊന്തുവാൻ തുടങ്ങി. മറുമരുന്ന് കുത്തിവെച്ച് ആ വാമ്പയറിനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ ശരീരം ചിന്നച്ചിതറി ആ ഒരു വാമ്പയർ കൊല്ലപ്പെടുകയാണ്. വിഷമത്തോടെ എഡ്വേർഡ് ആ രാത്രിയിൽ തൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോവുകയാണ്. ആ നാളുകളിൽ മനുഷ്യരക്തത്തിനായി വാമ്പയറുകൾ പരസ്പരം കലഹിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു സമയത്താണ് എഡ്വേർഡ് തൻ്റെ ചെവിയും നീണ്ടുവരുന്നതായി ശ്രദ്ധിക്കുന്നത്. അശ്രദ്ധ മൂലം എഡ്വേർഡിൻ്റെ വാഹനം എതിരെ വന്നിരുന്ന മറ്റൊരു വാഹനത്തിൽ ഇടിക്കാൻ പോവുകയും എഡ്വേർഡ് തൻ്റെ വാഹനം വെട്ടിച്ചു മാറ്റുകയും ചെയ്തു. എഡ്വേർഡ് ഉടൻ തന്നെ വേലിയിലിടിച്ചിരുന്ന ആ ഒരു വാഹനത്തിലുള്ളവരെ രക്ഷിക്കാനായി അവരുടെ പക്കലേക്ക് ചെന്നു. എന്നാൽ ആ വാഹനത്തിലുള്ളത് മനുഷ്യരായിരുന്നു. എഡ്വേർഡ് ആക്രമിക്കാൻ വരികയാണെന്നും കരുതി ആ വാഹനത്തിലുണ്ടായിരുന്ന ഓഡ്രി എന്ന യുവതി എഡ്വേർഡിന് നേരെ അമ്പെയ്തു. ഈ ഒരു സമയത്ത് വാമ്പയർ പോലീസ് ഈ ഒരു മനുഷ്യരെ അന്വേഷിച്ച് അവിടെ റോന്തു ചുറ്റുന്നുണ്ടായിരുന്നു. ഞാൻ നിങ്ങളെ രക്ഷിക്കാമെന്നും പറഞ്ഞുകൊണ്ട് എഡ്വേർഡ് ആ മനുഷ്യരെ തൻ്റെ വാഹനത്തിലേക്ക് കയറ്റി. പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ച് എഡ്വേർഡ് അവിടെ നിന്നും പറഞ്ഞുവിട്ടു. പോലീസ് പോയതിനു ശേഷം ഓഡ്രി എഡ്വേർഡിനോട് നന്ദി പറയുകയും കൂടെയുണ്ടായിരുന്ന മനുഷ്യരെയും കൂട്ടി അവിടെ നിന്ന് പോവുകയും ചെയ്തു. പിന്നീട് എഡ്വേർഡ് തൻ്റെ വീട്ടിലേക്ക് പോയി. അല്പസമയത്തിനു ശേഷം ഏറെ നാളുകളായി അവനിൽ നിന്നും അകന്നു കഴിഞ്ഞിരുന്ന ഫ്രാങ്കി എന്ന അവൻ്റെ അനിയൻ അവൻ്റെ പക്കലേക്കെത്തി. താൻ സൈന്യത്തിൽ ചേർന്നുവെന്ന്
ഈ ഒരു സമയത്ത് ഫ്രാങ്കി എഡ്വേർഡിനോട് പറഞ്ഞു. ഫ്രാങ്കിയുടെ കയ്യിൽ വില കൂടിയ ഒരു കുപ്പി മനുഷ്യരക്തമുണ്ടായിരുന്നു. പക്ഷേ എഡ്വേർഡിന് അതിൽ താല്പര്യമുണ്ടായിരുന്നില്ല. പന്നി രക്തം കുടിച്ചാണ് എഡ്വേർഡ് ദിവസങ്ങൾ തള്ളി നീക്കിയിരുന്നത്. മനുഷ്യരുടെ രക്തം ഊറ്റി വിൽക്കുന്ന ഒരു കമ്പനിയിലാണ് നീ വർക്ക് ചെയ്യുന്നതെന്നും അത് മറക്കരുതെന്നും പറഞ്ഞുകൊണ്ട് ഫ്രാങ്കി എഡ്വേർഡിനോട് ദേഷ്യപ്പെട്ടു. ഈ ഒരു സമയത്താണ് രക്തം കിട്ടാതെ വവ്വാലിനെ പോലെ വിരൂപനായി മാറിയ ഒരു വാമ്പയർ അവരുടെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറുന്നത്. ഭാഗ്യവശാൽ അതിസാഹസികമായി ഇരുവർക്കും ചേർന്ന് ആ ഒരു വിരൂപ ജീവിയെ കൊലപ്പെടുത്താനായി സാധിച്ചിരുന്നു. പിന്നീട് ഒരു ദിവസം എഡ്വേർഡിനെ തേടി ഓഡ്രി അവൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ്. മനുഷ്യർക്ക് വിശ്വസിക്കാനാവുന്ന വാമ്പയറുകളെ ഞാൻ തിരയുകയാണെന്നും അതിനായി നീ എന്നെ സഹായിക്കണമെന്നും ഓഡ്രി എഡ്വേർഡിനോട് പറഞ്ഞു. ശേഷം മനുഷ്യർ ഒളിച്ചു താമസിക്കുന്നതിൻ്റെ ലൊക്കേഷൻ ഓഡ്രി എഡ്വേർഡിനെ കൈമാറി. ഇതേപ്പറ്റി ഫ്രാങ്കി എഡ്വേർഡിനോട് ചോദിച്ചെങ്കിലും ഒന്നും തന്നെ എഡ്വേർഡ് ഫ്രാങ്കിയോട് വെളിപ്പെടുത്തിയിരുന്നില്ല. പിറ്റേന്ന് എഡ്വേർഡ് തൻ്റെ പക്കലുണ്ടായിരുന്ന മാപ്പ് നോക്കി ആ ഒരു ലൊക്കേഷനിലേക്ക് പോവുകയാണ്. അവിടെ ഓഡ്രി എഡ്വേർഡിനായി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അവിടെയുള്ള വലിയൊരു മരത്തിൻ്റെ ചുവട്ടിലേക്ക് വരാനായി അവൾ അവനോട് പറഞ്ഞു. അങ്ങനെ എഡ്വേർഡ് കാറിൽ നിന്നും ഇറങ്ങി ആ ഒരു മരത്തിൻ്റെ ചുവട്ടിലേക്ക് പോവുകയാണ്. അവിടെ അവൾക്കൊപ്പം കോർമാർക്ക് എന്ന മറ്റൊരാളും ഉണ്ടായിരുന്നു. അയാൾ വാമ്പയർ ആയിരുന്നെങ്കിലും ഇപ്പോൾ മനുഷ്യനാണ്. എന്നാൽ പൊടുന്നനെ അങ്ങോട്ടേക്കെത്തിയ ഫ്രാങ്കി ഓഡ്രിക്ക് നേരെ തോക്ക് ചൂണ്ടുകയാണ്. എഡ്വേർഡ് അവനോട് തോക്ക് താഴെയിടാനായി പറഞ്ഞെങ്കിലും ഫ്രാങ്കി വിസമ്മതിച്ചു. അല്പസമയത്തിനകം തന്നെ മറ്റു സൈനികരും അവർക്കരികിലേക്ക് പാഞ്ഞെത്തുകയാണ്. ഈ സമയത്ത് ഓഡ്രി ഫ്രാങ്കിയെ സൂര്യപ്രകാശത്തിലേക്ക് തള്ളിയിട്ടുകൊണ്ട് അവൻ്റെ പക്കൽ നിന്നും രക്ഷപ്പെട്ടു. ശേഷം അവരിരുവരും എഡ്വേർഡിൻ്റെ കാറിൽ അവിടെ നിന്നും രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ്. അവർ തങ്ങളുടെ വാഹനം ഒരു പാലത്തിലൂടെ മുന്നോട്ട് പായിക്കുകയും സൈനികരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്തു. രാത്രിയായതോടെ അവർ തങ്ങളുടെ വാഹനം ഒരു നദിക്കരയിൽ പാർക്ക് ചെയ്തു. അവിടെ വെച്ച് തനിക്കെന്താണ് സംഭവിച്ചതെന്ന് കോർമാർക്ക് എഡ്വേർഡിനോട് വെളിപ്പെടുത്തുകയാണ്. കോർമാർക്ക് തൻ്റെ വാഹനത്തിൽ യാത്ര ചെയ്യവേ അവൻ്റെ വാഹനം അപകടത്തിൽപ്പെടുകയും കോർമാർക്ക് പുറത്തേക്ക് തെറിച്ച് വീഴുകയും ചെയ്തിരുന്നു. അതോടെ സൂര്യപ്രകാശമേറ്റി കോർമാർക്കിൻ്റെ ശരീരത്തിന് തീപിടിച്ചു. ഭാഗ്യവശാൽ കോർമാർക്ക് വീണിരുന്നത് അവിടെ ഉണ്ടായിരുന്ന ഒരു നദിയിലേക്കായിരുന്നു. എന്നാൽ ഈ ഒരു സംഭവത്തിന് ശേഷം വാമ്പയറായിരുന്ന കോർമാർക്ക് വീണ്ടും മനുഷ്യനായി മാറുകയായിരുന്നു. ഇതേ രീതിയിൽ ബാക്കിയുള്ള വാമ്പയറുകളെയെല്ലാം മനുഷ്യരാക്കി മാറ്റണമെന്ന് കോർമാർക്ക് എഡ്വേർഡിനോട് അഭിപ്രായപ്പെട്ടു. ഈ ഒരു സമയത്ത് ചാൾസ് ഇപ്പോഴും മനുഷ്യനായി തുടരുന്ന തൻ്റെ മകളായ എലിസിൻ്റെ ഫോട്ടോയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ശേഷം അവൻ പട്ടാളക്കാരനായ ഫ്രാങ്കിയെ വിളിച്ചു വരുത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ഇതേസമയം എഡ്വേർഡും കൂട്ടരും മനുഷ്യർ സുരക്ഷിതമായി താമസിച്ചിരുന്ന താവളത്തിലേക്ക് എത്തിയിരുന്നു. അവിടെ മനുഷ്യരെ അനുകൂലിച്ചിരുന്ന രാഷ്ട്രീയക്കാരനായ മറ്റൊരു വാമ്പയർ കൂടി ഉണ്ടായിരുന്നു. ഈ ഒരു സമയത്തും ചാൾസ് മനുഷ്യരക്തം ഉൽപ്പാദിപ്പിച്ചിരുന്ന അവൻ്റെ ഫാക്ടറിയിലായിരുന്നു. ആ നേരത്ത് മരണപ്പെട്ടിരുന്നൊരു മനുഷ്യൻ്റെ മൃതദേഹം വാമ്പയറുകൾ അവിടെ നിന്നും മാറ്റുന്നുണ്ടായിരുന്നു. മനുഷ്യർ കുറഞ്ഞതോടെ വാമ്പയറുകൾക്കുള്ള രക്തത്തിൻ്റെ ദൗർലഭ്യം അത്യന്തം രൂക്ഷമായി തുടരുകയാണ്. തൻ്റെ ചായയിൽ രക്തത്തിൻ്റെ അംശം കുറവാണെന്നും പറഞ്ഞുകൊണ്ട് ചില വാമ്പയറുകൾ കോഫി ഷോപ്പ് ജീവനക്കാരായ മറ്റു വാമ്പയറുകളെ ഉപദ്രവിക്കുകയാണ്. അങ്ങനെ രക്തദാഹത്തിൽ വലഞ്ഞിരുന്ന വാമ്പയറുകൾ ആ ഒരു കോഫി ഷോപ്പ് ആക്രമിക്കുകയാണ്. അങ്ങനെ വാമ്പയർ പോലീസ് എത്തിയാണ് സ്ഥിതിഗതികൾ ശാന്തമാക്കിയത്. കോർമാർക്കിനെ പോലെ ബാക്കിയുള്ള വാമ്പയറുകളെ കൂടി മനുഷ്യരാക്കി മാറ്റാനായി എഡ്വേർഡ് കോർമാർക്കിൻ്റെ രക്തമെടുത്ത് തൻ്റെ പരീക്ഷണങ്ങൾ ആരംഭിച്ചു. എന്നിരുന്നാലും വാമ്പയറായ എഡ്വേർഡിനെ അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരെല്ലാം ഭീതിയോടെയാണ് വീക്ഷിച്ചിരുന്നത്. പിന്നീട് തൻ്റെ പരീക്ഷണങ്ങൾ തുടരാനായി എഡ്വേർഡ് അവിടെ ഉണ്ടായിരുന്ന വായു കടക്കാത്തൊരു ടാങ്ക് തിരഞ്ഞെടുത്തു. അതിനുള്ളിൽ തീയണയ്ക്കാൻ സഹായിക്കുന്ന സജ്ജീകരണങ്ങളുണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ എന്ന രാത്രിയിൽ വാമ്പയർ സൈനികർ യാത്ര ചെയ്തിരുന്ന ചാൾസിൻ്റെ മകളായ എലിസൺ ഉൾപ്പെടെയുള്ള മനുഷ്യരെ കണ്ടെത്തി. വാമ്പയറുകൾ മനുഷ്യരെ വളയുകയും അവരെ വെടിവെച്ച് കൊല്ലാൻ ആരംഭിക്കുകയും ചെയ്തു. പേടിച്ചരണ്ട എലിസൺ ഈ വിവരം ഓഡ്രിയെയും കൂട്ടരെയും അറിയിക്കാൻ ശ്രമിച്ചു. പക്ഷേ അപ്പോഴേക്കും സോംബി സൈന്യം അവളുടെ കയ്യിൽ നിന്നും വോക്കി ടോക്കി കൈപ്പറ്റുകയും എഡ്വേർഡിൻ്റെയും കൂട്ടരുടെയും ലൊക്കേഷൻ മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. സൈന്യം തട്ടിക്കൊണ്ടുപോയ എലിസൺ പിന്നീട് ഉണർന്നത് ചാൾസിൻ്റെ
ബിൽഡിങ്ങിലായിരുന്നു. തൻ്റെ പക്കലേക്കെത്തിയ വേമ്പയറായ പിതാവിനെ അവൾ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് കുത്തി. അവൾ ചാൾസിൻ്റെ പക്കൽ നിന്നും ഓടി മാറാനായി ശ്രമിച്ചെങ്കിലും സൈന്യം അവളെ അടിച്ചു വീഴ്ത്തി. ഇതേസമയം എഡ്വേർഡും കൂട്ടരും മനുഷ്യനായി മാറാനുള്ള പരീക്ഷണങ്ങൾ നടത്തിവരികയായിരുന്നു. എഡ്വേർഡിൻ്റെ ശരീരത്തിലേക്ക് സൂര്യപ്രകാശം കടത്തിവിടുകയും പിന്നീട് കത്തിക്കൊണ്ടിരിക്കുന്ന അവൻ്റെ ശരീരത്തിലെത്തി അണയ്ക്കുന്നതുമായിരുന്നു ആ ഒരു പരീക്ഷണം. ഈ ഒരു പരീക്ഷണം 3ാമത്തെ തവണ വിജയം കാണുകയും കോർമാർക്കിനെ പോലെ എഡ്വേർഡും ഒരു മനുഷ്യനായി മാറുകയുമാണ്. ഈ ഒരു സമയത്താണ് സോംബി സൈന്യം മൂവരെയും അന്വേഷിച്ച് അങ്ങോട്ടേക്ക് എത്തുന്നത്. 3 പേരും സൈന്യത്തിൻ്റെ കണ്ണിൽപ്പെടാതെ അവിടെ ഉണ്ടായിരുന്ന ഒരു ബാരലിൽ ഒളിച്ചിരുന്നു. ഇതേ നേരം കുത്തേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ചാൾസിനെ ഫ്രാങ്കി സന്ദർശിച്ചിരുന്നു. ചാൾസിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഫ്രാങ്കി എലിസനെ കടിക്കുകയും അവളെ ഒരു വാമ്പയറാക്കി മാറ്റുകയും ചെയ്തു. സൈന്യം പോയതിനു ശേഷം എഡ്വേർഡും ഓഡ്രിയും കോർമാർക്കും തങ്ങളുടെ ഒളിത്താവളത്തിൽ നിന്നും രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ്. ഈ ഒരു സമയത്ത് ചാൾസ് ഭീതിയോടെ തൻ്റെ ലാബിലേക്ക് നോക്കുകയായിരുന്നു. രക്തമൂറ്റാനായി കൊണ്ടുവന്നിരുന്ന മനുഷ്യരിൽ ഭൂരിഭാഗം പേരും ഇതിനോടകം തന്നെ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ശേഷം ചാൾസ് വാമ്പയറായി മാറിയിരുന്ന തൻ്റെ മകളായ എലിസൻ്റെ പക്കലേക്ക് ചെന്നു. അവനോടുള്ള ദേഷ്യം മൂലം എലിസൺ ചാൾസിനെ ആക്രമിക്കാനായി ശ്രമിച്ചു. ഉടൻ തന്നെ സൈന്യം അവളെ പിടികൂടുകയും അവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്തു. സ്ഥിതിഗതികൾ മോശമായതോടെ രാജ്യത്തിൻ്റെ നിയന്ത്രണം വാമ്പയർ സൈന്യം ഏറ്റെടുത്തു. എഡ്വേർഡും കൂട്ടരും മനുഷ്യരൊളിച്ച് താമസിച്ചിരുന്ന മറ്റൊരു സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. എന്നാൽ വാമ്പയർ ആക്രമണങ്ങളിൽപ്പെട്ട് അതിക്രൂരമായി കൊല്ലപ്പെട്ടിരുന്ന അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരുടെ മൃതശരീരങ്ങൾ മാത്രമാണ് അവർക്ക് കാണാനായി സാധിച്ചിരുന്നത്. ഈ ഒരു സംഭവത്തോടു കൂടി ഓഡ്രിയുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരുന്നു. അതോടെ എൻ്റെ സഹപ്രവർത്തകനായ ക്രിസ്റ്റഫർ നമ്മളെ സഹായിക്കുമെന്ന് എഡ്വേർഡ് ഓഡ്രിയോട് പറയുകയാണ്. ഈ ഒരു സമയത്ത് സൈന്യം ഭീകരജീവികളായി രൂപാന്തരം പ്രാപിച്ച വാമ്പയറുകളെ കൊന്നൊടുക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അവരെ കൊല്ലാനായി സൈന്യം ആ വാമ്പയറുകളെയെല്ലാം സൂര്യപ്രകാശത്തിലേക്ക് കടത്തിവിടുകയാണ്. അക്കൂട്ടത്തിൽ ചാൾസിൻ്റെ മകളായ എലിസണും ഉണ്ടായിരുന്നു. താൻ കാരണമാണല്ലോ എലിസന് ഈ ഒരു ഗതി വന്നത് എന്നുള്ള ചിന്ത ഫ്രാങ്കിയിൽ കുറ്റബോധമുളവാക്കി. ഡ്യൂട്ടി കഴിഞ്ഞ് ക്രിസ്റ്റഫർ തൻ്റെ വീട്ടിലേക്ക് മടങ്ങി. ഈ ഒരു സമയത്ത് അവനെ കാത്തവിടെ എഡ്വേർഡും കൂട്ടരും ഉണ്ടായിരുന്നു. വാമ്പയറുകളായി മാറിയവരെ വീണ്ടും മനുഷ്യരാക്കി മാറ്റാൻ സാധിക്കുമെന്ന് എഡ്വേർഡ് ക്രിസ്റ്റഫറിനോട് പറഞ്ഞു. ഈ ഒരു സമയത്ത് ക്രിസ്റ്റഫറിന് ഒരു ഫോൺ കോൾ വരികയും അവനോട് നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്തു. ഏറെ സമയം കഴിഞ്ഞിട്ടും ക്രിസ്റ്റഫർ തിരിച്ചു വന്നില്ല. അതോടെ ഓഡ്രി അവൻ്റെ പക്കലേക്ക് ചെന്നു. എന്നാൽ ക്രിസ്റ്റഫർ അവരെ ചതിക്കുകയായിരുന്നു. അവൻ്റെ വിളിയെ തുടർന്ന് സൈന്യം അങ്ങോട്ടേക്ക് പാഞ്ഞെത്തി. അവർ ഓഡ്രിയെ മയക്കുവെടി വെച്ച് വീഴ്ത്തി. എന്നാൽ കോർമാർക്കും എഡ്വേർഡും സബ്വേ വഴി അവിടെ നിന്നും രക്ഷപ്പെടുകയാണ്. ഈ ഒരു സമയത്ത് വിരൂപനായൊരു വാമ്പയർ അവരെ ആക്രമിക്കാനായി എത്തി. ഉടനെ അങ്ങോട്ടേക്ക് എത്തിയിരുന്ന ഫ്രാങ്കി അതിനെ വെടിവെച്ചു കൊന്നു. മനുഷ്യനായി മാറിയിരുന്ന എഡ്വേർഡിനെ കണ്ട് ഫ്രാങ്കി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരുന്നു. എന്നിരുന്നാലും രക്തത്തോടുള്ള ആർത്തി മൂലം അവൻ കോർമാർക്കിനെ ആക്രമിച്ചു. വാമ്പയറിൽ നിന്നും മനുഷ്യനായി മാറിയ കോർമാർക്കിൻ്റെ രക്തം കുടിച്ചതോടെ ഫ്രാങ്കിയും മനുഷ്യനായി മാറുവാൻ തുടങ്ങി. അതോടെ വാമ്പയറിൽ നിന്നും മനുഷ്യനായി മാറിയവരുടെ രക്തമാണ് വാമ്പയറുകളെ മനുഷ്യനാക്കി മാറ്റാനുള്ള മരുന്നെന്ന് എഡ്വേർഡ് തിരിച്ചറിഞ്ഞു. അതോടുകൂടി എഡ്വേർഡ് ചാൾസിൻ്റെ രക്തം ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു കമ്പനിയിലേക്ക് ചെല്ലുകയാണ്. സെക്യൂരിറ്റി ഗാർഡ് അവനെ പിടികൂടി ചാൾസിൻ്റെ പക്കലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഈ ഒരു സമയത്ത് ചാൾസ് ഓഡ്രിയുടെ രക്തം ഊറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചെയ്തു പോയതിലെല്ലാം എനിക്ക് ദുഃഖമുണ്ടെന്നും ഞാൻ വീണ്ടും വാമ്പയർ ആവാൻ ആഗ്രഹിക്കുന്നുവെന്നും എഡ്വേർഡ് ചാൾസിനോട് പറഞ്ഞു. നിന്റെ സ്ഥാനത്ത് ഞാനൊരു പകരക്കാരനെ കണ്ടെത്തിയെന്നും എനിക്കിനി നിൻ്റെ ആവശ്യമില്ലെന്നും ചാൾസ് എഡ്വേർഡിന് മറുപടി നൽകി. പിന്നീട് രോക്ഷാകുലനായ ചാൾസ് എഡ്വേർഡിനെ കടിക്കുകയാണ്. അതുതന്നെയായിരുന്നു എഡ്വേർഡിൻ്റെയും ഉദ്ദേശം. കാരണം തന്നെ കടിച്ചാൽ ചാൾസ് ഒരു മനുഷ്യനായി മാറുമെന്ന് എഡ്വേർഡിന് അറിയാമായിരുന്നു. അങ്ങനെ ചാൾസ് വാമ്പയറിൽ നിന്നും ഒരു മനുഷ്യനായി രൂപാന്തരം പ്രാപിക്കുകയാണ്. ചാൾസ് അവിടെയുണ്ടായിരുന്ന ഒരു സുരക്ഷാ ബട്ടണിൽ അമർത്തുകയും അതോടെ സൈന്യം അവരുടെ പക്കലേക്ക് പാഞ്ഞെത്തുകയുമാണ്. ഇതിനോടകം തന്നെ എഡ്വേർഡ് ചാൾസിനെ ഒരു കസേരയിൽ കെട്ടിയിട്ടിരുന്നു. അതോടുകൂടി വാമ്പയറുകളായ സൈനികരുടെ നിയന്ത്രണം നഷ്ടമാവുകയും അവർ ചാൾസിനെ ആർത്തിയോടെ ഭക്ഷിക്കുകയുമാണ്. ഇതേസമയം ഓഡ്രിയും എഡ്വേർഡും കയ്യിൽ കിട്ടിയ ആയുധങ്ങളുമായി താഴത്തെ നിലയിലേക്ക് ഓടിയിരുന്നു. എന്നാൽ ഈ ഒരു സമയത്ത്
കൂടുതൽ വാമ്പയർ സൈനികർ അവരെ പിടികൂടാനായി അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ഈ ഒരു സമയത്ത് ഇവരെയും രക്ഷിക്കാനായി ഫ്രാങ്കി അങ്ങോട്ടേക്ക് എത്തുകയും അവൻ സൈനികരുമായി പോരാടുകയുമാണ്. കോർമാർക്കിനെ കടിച്ചതോടെ അവനും ഒരു മനുഷ്യനായി മാറിയിരുന്നു. നിർഭാഗ്യവശാൽ ഈ ഒരു സമയത്ത് കൂടുതൽ വാമ്പയർ പട്ടാളക്കാർ അങ്ങോട്ടേക്ക് ഇരച്ചു കയറുകയാണ്. തൻ്റെ സഹോദരൻ്റെ ജീവൻ രക്ഷിക്കാനായി ഫ്രാങ്കി തൻ്റെ ശരീരം ആ പട്ടാളക്കാർക്ക് ബലി കൊടുത്തു. ഇതേസമയം ഒരു സെക്യൂരിറ്റി ഗാർഡ് ഓഡ്രിയെ പിടികൂടിയിരുന്നു. അവളെ രക്ഷിക്കാനായി എഡ്വേർഡ് അവിടെയുണ്ടായിരുന്ന സെക്യൂരിറ്റി റൂമിലേക്ക് ചൊല്ലുകയാണ്. ഈ ഒരു സമയത്തിനുള്ളിൽ ഫ്രാങ്കിയുടെ ചോര കുടിച്ചിരുന്ന പട്ടാളക്കാർ മനുഷ്യരായി മാറിക്കഴിഞ്ഞിരുന്നു. അതോടെ മനുഷ്യരായി മാറിയ അവരെ അങ്ങോട്ടേക്കെത്തിയ മറ്റു വാമ്പയർ പട്ടാളക്കാർ ആക്രമിക്കുകയാണ്. അങ്ങനെ കൂടുതൽ പട്ടാളക്കാർ മനുഷ്യരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ക്രിസ്റ്റഫർ എഡ്വേർഡിൻ്റെ പക്കലേക്ക് എത്തുകയും രോഗശാന്തി സാധ്യമല്ലെന്ന് അവനോട് പറയുകയും ചെയ്തു. ക്രിസ്റ്റഫർ എഡ്വേർഡിന് നേരെ തോക്കു ചൂണ്ടി. ഉടനെ അവിടേക്കെത്തിയ കോർമാർക്കിൻ്റെ അമ്പേറ്റ് ക്രിസ്റ്റഫർ കൊല്ലപ്പെടുകയാണ്. ഇത് കണ്ട് സന്തോഷത്തോടെ ഓഡ്രി കോർമാർക്കിനെ ആലിംഗനം ചെയ്തു. ശേഷം ഏവരെയും തിരികെ മനുഷ്യരാക്കി മാറ്റാനായി സാധിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ മൂവരും അവിടെ നിന്നും തിരിച്ചു പോവുകയാണ്. ഈ ഒരു രംഗത്തോടു കൂടി ചിത്രം അവസാനിക്കുന്നു.